Here we start with first module of machine learning. ആദ്യം നമുക്ക് മെഷീൻ ലേണിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റകളിൽ നിന്ന് ലേൺ ചെയ്തുകൊണ്ട് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടാക്കുന്ന എഐയുടെ ഒരു ഭാഗമാണ് എന്ത് മെഷീൻ ലേണിംഗ്. ഇത് കമ്പ്യൂട്ടറിൽ കൊടുക്കുന്ന ഡാറ്റകളിൽ വെച്ചിട്ട് എന്താണ് പ്രോസസ്സ്, എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത് ലേൺ ചെയ്യും. എന്നിട്ട് ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യാറ്. മെയിൻലി 3 മെഷീൻ ലേണിംഗ് ടൈപ്സ് ആണുള്ളത്. ആദ്യത്തെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റാസിൽ ലേബിൾഡ് ഡാറ്റാസ് ആയിരിക്കും. കാരണം ഓരോ ഡാറ്റയ്ക്കും കറസ്പോണ്ടിങ് അതിൻ്റെ നെയിം, ഇപ്പോൾ ഒരു ആനിമലിൻ്റെ ഫോട്ടോ ആണെങ്കിൽ ആനിമൽ ഏതാണ്, ഡോഗ് ആണെങ്കിൽ ഡോഗ്, ക്യാറ്റ് ആണെങ്കിൽ ക്യാറ്റ് എന്ന് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്നാണ് പ്രെഡിക്റ്റ് ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടാക്കുന്നത്. സെക്കൻഡ് വൺ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഇതിൽ അൺലേബിൾഡ് ഡാറ്റയാണ് കൊടുക്കാറ്. അതായത് ലേബലൊന്നുമില്ലാതെ ഒരു സീരീസ് ഓഫ് ഡാറ്റാസിന് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഇതിലുള്ള ഗ്രൂപ്പുകൾ എങ്ങനെയാണെന്ന് ഫൈൻഡ് ചെയ്തുകൊണ്ടാണ് ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നത്. തേർഡ് വൺ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഒരു ആക്ട് ചെയ്യും, എന്തെങ്കിലും ഒരു പ്രവൃത്തി, ഒരു ഡിസിഷൻ മേക്ക് ചെയ്യും. അതിൽ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഒരു റിവാർഡ് കൊടുക്കുന്നു, തെറ്റാണെങ്കിൽ ഒരു പെനാൽറ്റി കൊടുക്കുന്നു. ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ് ഇതിൽ ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്. മെഷീൻ ലേണിങ്ങിൽ മെയിൻലി ഒരു 4 പ്രോസസ്സാണ് നടക്കുന്നത്. ഡാറ്റ പ്രീ പ്രോസസ്സിംഗ്, ഫീച്ചർ സെലക്ഷൻ, മോഡൽ ട്രെയിനിങ്, മോഡൽ ഇവല്യൂഷൻ. ഇനി ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ ഡയഗ്നോസിസ്. ഇപ്പോൾ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഡിസീസ് ഡിറ്റക്ഷൻ, നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററിയൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു. അതേപോലെ ഡ്രഗ് ഡിസ്കവറി ചെയ്യാൻ പറ്റും. അതായത് ഏത് മരുന്നാണ്, ഏത് മെഡിസിൻ, ഏത് രോഗത്തിന് ഏത് മരുന്നാണ് ഫാസ്റ്റായിട്ട് എഫക്റ്റീവ് ആവുന്നത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. സ്മാർട്ട് അസിസ്റ്റൻസ് ആൻഡ് ഹ്യൂമൻ മെഷീൻ ഇൻട്രാക്ഷനിൽ വോയിസ് അസിസ്റ്റൻസ്, സിറി, അലക്സ, ഗൂഗിൾ അസിസ്റ്റൻ്റ് പോലുള്ള വോയിസ് അസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റുന്നു. അതേപോലെ വോയിസ് സെർച്ച് ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ ചാറ്റ് ബോട്ടുകളായിട്ട് വർക്ക് ചെയ്യാനൊക്കെ MLൻ്റെ സഹായമുണ്ട്. തേർഡ് വൺ പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻ ആൻഡ് യൂസർ എക്സ്പീരിയൻസ്. ഇത് നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ അതേപോലെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിലൊക്കെ നമുക്ക് റെക്കമെൻഡേഷൻ ചെയ്യുന്നു നമ്മുടെ ഇൻട്രസ്റ്റുകൾക്കനുസരിച്ച്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയസിൽ നമ്മൾ പോസ്റ്റുകളൊക്കെ നമുക്ക് ഏതാണോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, നമ്മൾ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്നത് ഏതാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് വരുന്ന പോസ്റ്റുകളും അത് റിലേറ്റഡ് ആയിരിക്കും. അതേപോലെ ആമസോണിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ബൈ ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് ഏതാണ്, നമ്മൾ ഒരു ബാഗാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ബാഗിൻ്റെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് നമുക്ക് വീണ്ടും വീണ്ടും അഡ്വർടൈസ്മെൻറ്റ് പോലെ വന്നുകൊണ്ടിരിക്കും. ഫോർത്ത് വൺ ഫ്രോഡ് ഡിറ്റക്ഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്. ട്രാൻസാക്ഷൻ മോണിറ്ററിങ്. അതായത് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അത് ഫേക്കാണോ അല്ലയോ, അൺയൂഷ്വൽ ആണെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ. അതേപോലെ ലോൺ റിസ്ക് അസസ്മെൻറ്റ്. ഏതെങ്കിലും ലോണുകൾ തിരിച്ചടയ്ക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചടവിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരു ഡിസിഷൻ മേക്ക് ചെയ്തിട്ട് ഇവർക്കൊരു ലോൺ പെൻഡിങ് ആണ് എന്നുള്ളത് നമുക്ക് ഇൻഡിക്കേഷൻ തരുന്നു. തേർഡ് വൺ സ്റ്റോക്ക് മാർക്കറ്റ് പ്രഡിക്ഷൻ. ഇപ്പോൾ മാർക്കറ്റ് ഡാറ്റ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് താഴത്തേക്കാണോ പോകുന്നത്, മാർക്കറ്റ് പ്രൈസ് താഴേക്കാണോ മുകളിലേക്കാണോ എന്ന് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ കഴിവുണ്ട്. ഫിഫ്ത്ത് വൺ ഓട്ടോണോമസ് വെഹിക്കിൾ ആൻഡ് സ്മാർട്ട് മൊബിലിറ്റി. കമ്പ്യൂട്ടർ വിഷൻ, അതേപോലെ സെൻസർ ഫ്യൂഷൻ, ബിഹേവിയർ പ്രഡിക്ഷൻസൊക്കെ യൂസ് ചെയ്തിട്ട് സ്മാർട്ട് വെഹിക്കിൾസിൽ, ഓട്ടോമാറ്റിക് വെഹിക്കിൾസിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതിന് ഡിസിഷൻ മേക്ക്, സെൽഫ് ഡ്രൈവിംഗ് കാർസിലൊക്കെ സ്വന്തമായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാനൊക്കെ ML സഹായിക്കുന്നുണ്ട്. തന്നെ നമ്മൾ ആദ്യം ഡിഫൈനിങ് ദ പ്രോബ്ലം ആൻഡ് സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്. ഒരു പ്രോബ്ലം എന്താണോ ആ പ്രോബ്ലം എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാം. പിന്നെ അതിലെ ഒബ്ജക്റ്റീവ് എന്താണ്
അതിന് മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് നോട്ടീസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ട ഡാറ്റ കളക്ഷൻസ് നടത്തണം. അത് കഴിഞ്ഞ് ആ ഡാറ്റകളെ ക്ലീൻ ചെയ്യുക, അതായത് വല്ല എറേഴ്സും നോയ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡാറ്റ ക്ലീൻ ചെയ്യുകയും പിന്നെ പ്രീ പ്രോസസ് ചെയ്യുകയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് EDA വെച്ചിട്ട് ഡാറ്റകളെ അനലൈസ് ചെയ്യണം. എന്നിട്ട് ഫീച്ചർ എഞ്ചിനീയറിംഗ് വെച്ച് അതിനെ പ്രോസസ്സ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഡാറ്റകളെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ട്രെയിനിങ് ഡാറ്റ, ടെസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നിട്ട് കറക്റ്റായിട്ടുള്ള അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്തിട്ട് മോഡൽ ട്രെയിനിങ്ങിന് വിടുന്നു. ഇത്രയും സ്റ്റെപ്പുകളാണ് മെയിൻലി നമ്മുടെ മെഷീൻ ലേണിങ്ങിൽ വരുന്ന മോഡൽ ക്രിയേഷൻ പ്രോസസ്സസ്. ഫസ്റ്റ് വൺ നോക്കാം, ഡിഫൈനിങ് ദ പ്രോബ്ലം ആൻഡ് ഗോൾ. എന്താണ് പ്രോബ്ലം, അതേപോലെ എന്താണ് നമുക്ക് വേണ്ടത് എന്ന് സെറ്റ് ചെയ്യാണ് ഫസ്റ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഇമെയിലിന് സ്പാം ആണോ നോട്ടാണോ ഒന്ന് ക്ലാസിഫൈ ചെയ്യുകയാണോ വേണ്ടത്, അഥവാ ഹൗസ് പ്രൈസുകൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണോ വേണ്ടത്, ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിൻ്റെ ഹാബിറ്റ് ക്ലസ്റ്റർ ചെയ്യുകയാണോ വേണ്ടത് എന്നൊക്കെ ഉള്ളത് നമ്മൾ ആദ്യം വാട്ട് ഇറ്റ് മീൻസ്, നമ്മുടെ പ്രോബ്ലം കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്, എന്താണ് നമ്മൾ പ്രോബ്ലം എന്ന് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് പറയുന്നതാണ് ഫസ്റ്റത്തെ ഭാഗം. എന്താണ് നമ്മൾ കറക്റ്റായിട്ട് എന്താണ് പ്രോബ്ലം എന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറക്റ്റ് അൽഗോരിതം സെലക്ട് ചെയ്യാൻ പറ്റുക. സ്റ്റെപ്പ് ടു ഡിഫൈൻ ML പ്രോബ്ലംസ്. ആദ്യം മെട്രിക്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. അതിനുശേഷം ഡാറ്റ സോഴ്സുകൾ എവിടെ നിന്നാണെന്ന് ഡിഫൈൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അൽഗോരിതം സെലക്ട് ചെയ്യണം. ബിസിനസ് ഗോള് നമ്മൾ സെറ്റ് ചെയ്യണം. ഐഡൻറ്റിഫൈ പ്രോബ്ലം ടൈപ്സ്, എന്ത് ടൈപ്പ് പ്രോബ്ലം ആണെന്ന് ഡിഫൈൻ ചെയ്യണം. ഇത്രയും പ്രോസസ്സുകൾ നമ്മൾ ചെയ്യണം. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ഫസ്റ്റത്തെ പ്രോസസ്സ്. നമ്മൾ ഇതിൽ കറക്റ്റായിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന അൽഗോരിതത്തിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. ഇനി മൂന്നാമത്തേത് ക്ലീനിങ് ആൻഡ് പ്രിപ്പയറിങ് ദ ഡാറ്റയാണ്. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റയിൽ ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടാവും, അതേപോലെ മിസ്സിങ് വാല്യൂസ് ഉണ്ടാവും, പിന്നെ എറേഴ്സൊക്കെ ഉണ്ടാവും. ആ എറേഴ്സ് കറക്റ്റ് ചെയ്യണം, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനെ റിമൂവ് ചെയ്യണം, മിസ്സിങ് വാല്യൂസിനൊക്കെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾ ഡാറ്റകളെ പ്രിപ്പയർ ചെയ്യണം. ഫോർത്ത് വൺ, എക്സ്പ്ലോറിങ് ദ ഡാറ്റ. എക്സ്പ്ലോറിങ് ദ ഡാറ്റ എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഡാറ്റകളുടെ പാറ്റേൺ എങ്ങനെയാണ്, അത് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്നൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സും ഗ്രാഫൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണിത് എക്സ്പ്ലോറിങ് ദ ഡാറ്റ. അതിൻ്റെ ആവറേജ് എന്താണ്, മിനിമം എന്താണ്, മാക്സിമം എന്താണ് ചെക്ക് ചെയ്യുക. അതേപോലെ ഹിസ്റ്റോഗ്രാംസ് ചാർട്ടുകളൊക്കെ ഡ്രോ ചെയ്യുക. അതിൻ്റെ ഫീച്ചേഴ്സ്, ടാർഗറ്റ്സ്, മെയിനായിട്ടുള്ള കോറിലേഷനും കൺവല്യൂഷനൊക്കെ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. ഫിഫ്ത്ത് വൺ, ഫീച്ചേർഡ് എൻജിനീയറിംഗ് ആണ്. എന്താണ് നമ്മുടെ ഡാറ്റകളിലെ ഫീച്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഫീച്ചേർഡ് എൻജിനീയറിംഗിൽ പറയുന്നത്. എക്സിസ്റ്റിംഗ് ഫീച്ചേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യുന്നു, അതേപോലെ ട്രാൻസ്ഫോം ചെയ്യുന്നു. പിന്നെ റിഡ്യൂസ് ദ നമ്പർ ഓഫ് ഫീച്ചേഴ്സ്. പിന്നെ അതേപോലെ തന്നെ ടെക്സ്റ്റുകളെ നമ്മൾ നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം ചൂസിങ് ദ അൽഗോരിതം. നമ്മൾ റേറ്റ് ML അൽഗോരിതം നമ്മൾ ചൂസ് ചെയ്യണം. ഇപ്പോൾ അൺസൂപ്പർവൈസ്ഡ്, ചിലത് ക്ലാസിഫിക്കേഷൻ ആയിരിക്കും വേണ്ടത്, ചിലത് റിഗ്രഷൻ ആയിരിക്കും വേണ്ടത്. അപ്പോൾ ഏതാണ് നമ്മുടെ നീഡ് അനുസരിച്ചിട്ട് എന്താണോ ഡാറ്റയ്ക്ക് നമുക്ക് വരുന്ന ഔട്ട്പുട്ടിന് വേണ്ടത് അതിനനുസരിച്ച് അൽഗോരിതംസ് സെറ്റ് ചെയ്യാം. സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ നമ്മൾ ലേബിൾഡ് ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് റിഗ്രഷനും ക്ലാസിഫിക്കേഷനും പോലുള്ളത് യൂസ് ചെയ്യാം. അൺസൂപ്പർവൈസ്ഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലസ്റ്ററിങ് യൂസ് ചെയ്യാം. റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ആണെങ്കിൽ ട്രയൽ ആൻഡ് റിവേർഡ് മെത്തേഡ് യൂസ് ചെയ്യാം.
ഇനി എട്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ് ദ മോഡലാണ്. മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. എന്താണ് അതിൻ്റെ പാറ്റേൺ എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കൊടുത്ത ഡാറ്റകളുടെ പാറ്റേൺ എന്താണെന്ന് ലേൺ ചെയ്യുകയാണ് ഈ മെത്തേഡിൽ, ഈ സ്റ്റെപ്പിൽ മെയിനായിട്ടുള്ളത്. എറേഴ്സ് കുറച്ചുകൊണ്ട്, പാരാമീറ്റേഴ്സും എറേഴ്സ് കുറച്ചുകൊണ്ട് അൽഗോരിതംസ് ചൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഇതിലുള്ള പാറ്റേൺസ് മനസ്സിലാക്കുന്നു. നയൻത്ത്, ഇവാലുവേറ്റിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ദ മോഡൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു അൽഗോരിതം വെച്ചിട്ട് നമ്മൾ ഡാറ്റകളെ ട്രെയിൻ ചെയ്തു. ആ ട്രെയിൻ ചെയ്ത ഡാറ്റകളെ ഒന്ന് ടെസ്റ്റ് ചെയ്യാണ് ചെയ്യാറ്. ഇനി അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറേ ഫാക്ടേഴ്സ്, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് അവർ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ ആക്യുറസി, പ്രിസിഷൻ, റീകോൾ, F1 സ്കോറൊക്കെ വെച്ചിട്ടായിരിക്കും ഡിസിഷൻ മേക്ക് ചെയ്യുക. റിഗ്രഷൻ ആണെങ്കിൽ മീൻ സ്ക്വയർ എറർ, ആർ സ്ക്വയർ എററൊക്കെ വെച്ചിട്ടായിരിക്കും ഡിസിഷൻ മേക്ക് ചെയ്യുക. ഇനി പത്താമത്തെ ട്യൂണിങ് ഹൈപ്പർ പാരാമീറ്റേഴ്സ്. ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തൊട്ട് മുമ്പ് കിട്ടിയ ഔട്ട്പുട്ടിൽ നിന്ന് ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വാല്യൂസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മുടെ നമ്പർ ഓഫ് ലെയേഴ്സ്, ലേണിംഗ് റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി ബെറ്റർ ആക്കുന്ന പ്രോസസ്സാണ് ട്യൂണിങ് ഹൈപ്പർ പാരാമീറ്റേഴ്സ്. ഇതിൽ നമ്മൾ ഗ്രിഡ് സെർച്ച് യൂസ് ചെയ്യുന്നുണ്ട്, റാൻഡം സെർച്ച് യൂസ് ചെയ്യുന്നുണ്ട്, ബേസിയൻ ഒപ്റ്റിമൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. 11ാമത്തെ ഡിപ്ലോയിങ് ദ മോഡലാണ്. നമുക്ക് ട്രെയിൻ ചെയ്ത മോഡൽ റിയൽ യൂസിന് വേണ്ടി അവൈലബിൾ ആക്കുന്ന പ്രോസസ്സാണ് ഡിപ്ലോയിങ് ദ മോഡൽ. ഇപ്പോൾ വെബ് ആപ്പ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ട്രയൽ റൺ ചെയ്ത് നോക്കും. അതേപോലെ റിയൽ യൂസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവൈലബിൾ ആക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ക്ലൗഡ്, ഫ്രെയിം വർക്ക്സ്, ഫ്ലാസ്ക്, ഡോക്കർ, AWS പോലുള്ള ക്ലൗഡുകളൊക്കെ നമ്മൾ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഡിപ്ലോയിങ് നടത്താറ്. 12th വൺ, മോണിറ്ററിങ് ആൻഡ് മെയിൻ്റനൻസ്. ഓവറോൾ പെർഫോമൻസ്, നമ്മൾ ട്രെയിൻ ചെയ്ത ഡാറ്റയുടെ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ML സിസ്റ്റത്തിൻ്റെ ഓവറോൾ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഭാഗമാണ് മോണിറ്ററിങ് ആൻഡ് മെയിൻ്റനൻസ്. മെഷീൻ ലേണിംഗ് ടെക്നിക്സ് ആയിട്ടുള്ള എന്തൊക്കെയാണ് മെഷീൻ ലേണിംഗ് ടെക്നിക്സും അതേപോലെ മെഷീൻ ലേണിംഗ് ടൈപ്സിനെ കുറിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ട് പോവുകയാണ്. ആദ്യത്തെ മൊഡ്യൂളിൽ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റത്തെ ടൈപ്പിൽ സൂപ്പർവൈസ്ഡ് ലേണിംഗ്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടീച്ചറിൽ നിന്ന് ലേൺ ചെയ്യുന്ന പോലെയാണ്. കാര്യം കറക്റ്റ് ഓരോ ഡാറ്റയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറക്റ്റ് ആൻസേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ഇമെയിൽ സ്പാം ആണോ അല്ലെങ്കിൽ സ്പാം ആണോ അല്ലയോ എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ഈ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിലാണ് വരിക. സൂപ്പർവൈസ്ഡ് ലേണിംഗ് മെയിൻലി 2 ടൈപ്പാണ് വരാറ്, ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പുകളെ സോർട്ട് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റിസൾട്ട് ഉണ്ടാക്കുന്നത്. സ്പാം ആണോ അല്ലയോ എന്നുള്ള ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്യാറ്. റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് വാല്യൂസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി എന്തെല്ലാം ഫീച്ചേഴ്സ് വെച്ചിട്ട്, ഇപ്പോൾ ഹൗസിൻ്റെ പ്രൈസ് ഒരു പ്ലേസിൽ ഒരു ടൗണിലാണെങ്കിൽ ആ ടൗണിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രൈസ് കൂടും. അതേപോലെ അവിടെ എന്തൊക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ടാണോ ആ ഹൗസിൻ്റെ പ്രൈസ് കൂടാൻ ചാൻസ്, അത് വെച്ച് ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ പ്രെഡിക്റ്റ് ചെയ്യാണ്, ആ ഹൗസിൻ്റെ പ്രൈസ് എത്രയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാണ്. ഇതാണ് എന്ത്, റിഗ്രഷൻ. ഇതിൽ ലീനിയർ റിഗ്രഷൻ അൽഗോരിതം ഉണ്ട്, ലോജിസ്റ്റിക് റിഗ്രഷൻ, സപ്പോർട്ട് വെക്റ്റർ മെഷീൻ, ഡിസിഷൻ ട്രീ, ന്യൂറൽ നെറ്റ്വർക്ക്സ് ഒക്കെ അൽഗോരിതംസ് ഒക്കെ എന്തുണ്ട്, നമ്മുടെ സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഇതിലെങ്ങനെയാണ്, ഒരു ടീച്ചർ ഇല്ലാതെ ഇങ്ങനെ നമ്മൾ പഠിക്കാം. അതായത് നമുക്ക് അൺലേബിൾഡ് ആയിട്ടുള്ള ഡാറ്റയാണ്. എന്താണ് ഡാറ്റ എന്ന് പറയില്ല, കുറേ ഡാറ്റ സെറ്റുകൾ അങ്ങോട്ട് തരും. അതിൽ കറക്റ്റ് ഏതാണ്, അതിന് കറക്റ്റ് ഒരു ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ എന്തിൻ്റെ ആണ് എന്നുള്ള ഒരു സ്പെസിഫിക്കേഷൻ അവിടെ ഉണ്ടാവില്ല. അതെന്താണ്, ക്ലസ്റ്ററിങ് ആണ് ശരിക്കും. ഒരു ഗ്രൂപ്പിംഗ് കസ്റ്റമേഴ്സ് വിത്ത് സിമിലർ ബൈയിങ് ഹാബിറ്റ്സ്. അതായത് ഇപ്പോൾ നമ്മൾ കുറേ പേര്
ചില ഹാൻഡ് ബാഗ്സ് ആയിരിക്കും ചിലവർക്ക് ഇഷ്ടം, ചിലവർക്ക് എന്ത് ചെയ്യും ഡ്രസ്സായിരിക്കും ഇഷ്ടം. അപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്യാണ് ചെയ്യാറ്. ഇതിൽ നമ്മൾ K-മീൻ ക്ലസ്റ്ററിങ് വരുന്നുണ്ട്, ഹയറാർക്കിയൽ ക്ലസ്റ്ററിങ്, പ്രിൻസിപ്പൽ കോമ്പോണൻറ്റ് അനലൈസ്, അതേപോലെ ഓട്ടോ എൻകോഡേഴ്സൊക്കെ അൽഗോരിതംസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ആണ്. റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസിലാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനൊരു റിവാർഡ് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, ലേൺ ചെയ്യുന്ന മെഷീൻ എന്ത് മനസ്സിലാവും, ഇത് കറക്റ്റായ പ്രോസസ്സാണ്. അതും ആ ആക്റ്റിന് അവർ ഒരു പെനാൽറ്റിയാണ് തരുന്നതെങ്കിൽ എന്താണ്, അപ്പോൾ അതൊരു തെറ്റായ ആക്ഷനാണെന്ന് നമ്മുടെ മെഷീന് മനസ്സിലാവും. ഇതിൽ യൂസ് ചെയ്യുന്ന അൽഗോരിതം ക്യൂ ലേണിംഗ്, SARSA ലേണിംഗ്, ഡീപ് ക്യൂ നെറ്റ്വർക്ക് ലേണിംഗ് അൽഗോരിതംസൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഇനി ഇതിൻ്റെ ഡിഫറൻസുകളാണ് തന്നിട്ടുള്ളത്. ഇനി ഓരോ ഭാഗങ്ങളായിട്ട് നോക്കാം. ഇതിൽ L1 നോർമലൈസേഷൻ ഉണ്ട്. L1 നോർമലൈസേഷൻ ചെയ്യുമെന്ന് പറയുമ്പോൾ ആബ്സല്യൂട്ട് വാല്യൂകളുടെ സം എടുത്തുകൊണ്ടാണ്, സമ്മ് ഈ 1ന് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്ത് കൊണ്ടാണ് എന്ത് നോർമലൈസ് ചെയ്യുന്നത്. സ്പാഴ്സ് ഡാറ്റ അതേപോലെ ഔട്ട്ലെയർ ഡാറ്റാസിലൊക്കെയാണ് ഈ L1 നോർമലൈസേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഈ L2 നോർമലൈസേഷൻ എന്ന് വരുമ്പോൾ സം ഓഫ് സ്ക്വയർ വാല്യൂസ് 1ന് ഈക്വൽ ആണോ എന്നുള്ളത് സംബന്ധിച്ചിട്ടാണ് എന്ത് L2 നോർമലൈസേഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇത് ഓവർ ഫിറ്റിങ്ങിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ L2 നോർമലൈസേഷൻ മെയിൻലി യൂസ് ചെയ്യുക. ഇനി നോർമലൈസേഷൻ ടെക്നിക്സ് ആണ് മിൻമാക്സ് സ്കെയിലിങ്. അതിനെ നോർമലൈസേഷൻ നമ്മൾ വിളിക്കും. ഇതെന്താണ്, 0 തൊട്ട് 1 വരെയുള്ള റേഞ്ചിലാണ് നമ്മൾ എന്ത് ചെയ്യുക, മിൻമാക്സ് സ്കെയിലിങ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോർമലൈസേഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ എക്സ് നോർമലൈസ്ഡ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് മിൻ ഡിവൈഡഡ് ബൈ എക്സ് മാക്സ് മൈനസ് എക്സ് മിൻ. അതിൽ എക്സ് മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേബിളിലെ മാക്സിമം വാല്യൂ ഏതാണോ അതാണ് എക്സ് മാക്സ്. എക്സ് മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാണോ ആ മിനിമം വാല്യൂ ആണ് എക്സ് മിന്ന്. അപ്പോൾ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന ഡാറ്റ ഏതാണോ ആ ഡാറ്റയാണ് എക്സ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി സെക്കൻഡ് വൺ സെറ്റ് സ്കോർ നോർമലൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ എന്നും പറയാറുണ്ട്. ഇതിൽ മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും 1 ആക്കിയിട്ടാണ് സെറ്റ് ചെയ്യുക. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ആണ്. അതിൽ മ്യൂ എന്നുള്ളത് മീൻ വാല്യൂവിനെയും അതേപോലെ സിഗ്മ എന്നുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇതിൽ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. അതായത് നമ്മുടെ കൊടുക്കുന്ന വാല്യൂവിൽ നിന്ന് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മ്യൂ വാല്യൂ മീൻ വാല്യൂവിനെ കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക. ഇങ്ങനെ എത്ര വാല്യൂസ് ഉണ്ടോ അത്ര വാല്യൂസ് നമ്മൾ സം ചെയ്തിട്ട് നമ്മുടെ നമ്പർ ഓഫ് ഡാറ്റകൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂസ് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ്, ഡാറ്റകൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആവുന്ന സമയത്ത് അതേപോലെ തന്നെ ലിമിറ്റുകൾ വാല്യൂസിന് ലിമിറ്റ് ഒരു സ്പെസിഫിക് റേഞ്ച് ഇല്ലാതെ നോട്ട് ലിമിറ്റഡ് ഒരു ലിമിറ്റഡ് റേഞ്ച് ഒന്നും ഇല്ലാത്ത ഭാഗങ്ങളിലാണ് എന്ത് നമ്മുടെ സെറ്റ് സ്കോർ നോർമലൈസേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഹാൻഡ്ലിങ് മിസ്സിങ് വാല്യൂ. മിസ്സിങ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റകളിലെ ചില വാല്യൂസ് ഡാറ്റ പോയിൻറ്റ്സിന് വാല്യൂസ് എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെയുള്ള റോസുകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഒഴിവാക്കണം.
അപ്പോൾ അതാണ് ആദ്യം ചെയ്യാനുള്ളത്. ചില ഇതിൽ എണ്ണ ഉണ്ടാവും, നള്ളുണ്ടാവും, അൺനോൺ ഡാറ്റാസ് ഉണ്ടാവും. ഈ അൺനോൺ ഡാറ്റാസുകളൊക്കെ എന്ത് ചെയ്യുന്നു, ആ സെല്ലുകളൊക്കെ അല്ലെങ്കിൽ ബ്ലാങ്ക് സെല്ലുകൾ ഉണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ഈ ഒഴിവാക്കുന്നതിലൂടെ നമ്മുടെ ആക്യുറസി കൂട്ടാനും നമ്മുടെ ഇതിൻ്റെ ആക്യുറസി കൂട്ടാൻ പറ്റും. അതേപോലെ എന്ത് ചെയ്യുന്നു, ബയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എറർ ഹാൻഡ്ലിംഗ് ഒക്കെ നമുക്ക് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നു. പിന്നെ വർക്ക് ചെയ്യാനും ഡാറ്റാസ് ബെറ്ററായിട്ട് വർക്ക് ചെയ്യാനും പറ്റുന്നു. ഇതിൽ എന്തൊക്കെ പ്രോബ്ലംസ് എന്ന് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്ത് ചെയ്യും, റിഡ്യൂസ് ആക്യുറസി, പിന്നെ എന്താണ് നോട്ട് ഹാൻഡ്ലിങ് കറക്റ്റ്ലി, പിന്നെന്താണ് വർക്കിംഗ് എന്താണ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. പിന്നെ ആ മിസ്സിങ് വാല്യൂസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ആദ്യത്തെ ടെക്നിക്കാണ് മിസ്സിങ് കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം. അതായത് നമ്മുടെ മിസ്സിങ് ഡാറ്റാസ് ഉള്ളത് നമ്മൾ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാം. ഇത് എപ്പോഴാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ, ഇപ്പോൾ ഈ നമ്മുടെ മിസ്സിങ് ആയ ഡാറ്റ മറ്റ് ഡാറ്റകളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ റോനെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അതാണിത് മിസ്സിങ് കംപ്ലീറ്റ്ലി അറ്റ് റാൻഡം. രണ്ടാമത്തെ മിസ്സിങ് അറ്റ് റാൻഡം. ഈ മിസ്സിങ് അറ്റ് റാൻഡം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ മറ്റുള്ള ഡാറ്റേനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ റോ ഒഴിവാക്കി കഴിഞ്ഞാൽ മറ്റുള്ള റോയിലും മാറ്റം വരും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്താണ് എന്ത് മിസ്സിങ് അറ്റ് റാൻഡം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇനി തേർഡ് വൺ മിസ്സിങ് നോട്ട് അറ്റ് റാൻഡം. ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഇതിൻ്റെ മിസ്സിങ് നോട്ട് അറ്റ് റാൻഡം എന്നുള്ളത് കുറച്ച് ഹാർഡസ്റ്റ് ടൈപ്പ് ഓഫ് ഹാൻഡ്ലിംഗ് ആണ്. മിസ്സിങ് വാല്യൂ അതിനെ തന്നെ സ്വയം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഉള്ള ഭാഗങ്ങളിലാണ് നമ്മൾ മിസ്സിങ് നോട്ട് അറ്റ് റാൻഡം യൂസ് ചെയ്യാം. ഏതാണ് കറക്റ്റ്ലി സ്പെസിഫൈ ചെയ്യാം. ഇതിൽ എന്തൊക്കെയാണ് ടൈപ്സ്, സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ മെയിൻ ടൈപ്സ് ഏതൊക്കെയാണ്? ക്ലാസിഫിക്കേഷന് റിഗ്രഷനാണ് വരിക. അതായത് സ്പാം ആണോ അല്ലയോ, അല്ലെങ്കിൽ എസ് ഓർ നോ എന്നുള്ള ഭാഗങ്ങളിലാണ് കാറ്റഗറി ചെയ്തിട്ട് കാറ്റഗറിക്കൽ വേരിയബിൾസിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുക. കണ്ടിന്യൂസ് വേരിയബിളുടെ ഔട്ട്പുട്ടായിട്ട്, അതായത് പഴയ തൊട്ട് മുമ്പുള്ള പാസ്റ്റ് വാല്യൂസ് മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ റിഗ്രഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ അൽഗോരിതമാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ. ഇനി സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ലോജിസ്റ്റിക് റിഗ്രഷനാണ്. ലോജിസ്റ്റിക് റിഗ്രഷൻ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിലാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതായത് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, ട്രൂ ഓർ ഫാൾസ് അല്ലെങ്കിൽ 0-1 എന്നുള്ള 2 കണ്ടീഷൻസ് ഉള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ ലോജിസ്റ്റിക് റിഗ്രഷൻ മെയിൻലി യൂസ് ചെയ്യാം. ഇതിൻ്റെ പ്രോബബിലിറ്റി വാല്യൂ 0 തൊട്ട് 1 വരെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, ഈ ലോജിസ്റ്റിക് റിഗ്രഷൻ വഴി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മളൊരു ആദ്യം തന്നെ ഒരു ത്രഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്യും. ആ ത്രഷോൾഡ് വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ നോ എന്നും കൂടുതലാണെങ്കിൽ യെസ് എന്നും എന്ന രീതിയിലാണ് ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഇമെയിൽ സ്പാം ആണോ അല്ലയോ എന്നൊക്കെ ഉള്ള പ്രഡിക്ഷൻസ് നടത്താനാണ് ഈ ലോജിസ്റ്റിക് റിഗ്രഷൻ യൂസ് ചെയ്യാറ്. ഇതിൽ ഇൻപുട്ട് ഡാറ്റകൾ ആദ്യം തന്നെ നമ്മൾ ഇൻപുട്ട് ഡാറ്റ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് വെച്ചിട്ടുള്ള ഇൻപുട്ട് ഡാറ്റയും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡാറ്റയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്യണം. എന്നിട്ട് അതൊരു സിഗ്മോയിഡ് കർവ് അല്ലെങ്കിൽ എസ് കർവിൽ റെപ്രസെൻറ്റ് ചെയ്യണം 0 തൊട്ട് 1 വരെ. ഇതാണ് നമ്മുടെ സിഗ്മോയിഡ് കർവ്. ലോജിസ്റ്റിക് റിഗ്രഷൻ കർവിനെയാണ് നമ്മൾ ഈ സിഗ്മോയിഡ് കർവ് അല്ലെങ്കിൽ എസ് കർവ് എന്ന് വിളിക്കുന്നു. അതിൻ്റെ ഷേപ്പ് സിമിലാർ ടു എസ് ആയതുകൊണ്ടാണ് എസ് കർവ് എന്ന് നമ്മൾ വിളിക്കാൻ കാരണം. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ത്രഷോൾഡ് പോയിൻറ്റ് സെറ്റ് ചെയ്യും. 0.5 എന്ന് പറഞ്ഞിട്ടോ ഏതെങ്കിലും ഒരു ത്രഷോൾഡ് പോയിൻറ്റ് സെറ്റ് ചെയ്യും. അതിൽ എന്താണ് താഴെയാണെങ്കിൽ നമ്മൾ ട്രൂ എന്ന് ഫാൾസ് എന്ന് പറയുക, അതിൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ട്രൂ എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതൊരു ത്രഷോൾഡ് 0.5, അതിൽ 0.3 ആണ് നമ്മുടെ വാല്യൂ എങ്കിൽ
എന്താണ് ത്രെഷോൾഡ് വാല്യൂവിനേക്കാൾ കുറവാണ്. എന്നിട്ട് കൂടുതലാണെങ്കിൽ 0.8 ആണെങ്കിൽ ത്രെഷോൾഡ് പോയിൻറ്റിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഏതിലാണ് ഇപ്പോൾ ത്രെഷോൾഡ് കുറേ ഡാറ്റ സെറ്റ്സ് നമ്മൾ എടുക്കും. ആ ഡാറ്റകളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ത്രെഷോൾഡിന് മുകളിലാണെങ്കിൽ യെസ്സും ത്രെഷോൾഡിന് താഴെയാണെങ്കിൽ നോവും വരും. ഇതിന് 2 പോസിബിലിറ്റി മാത്രമേ ഉള്ളതുകൊണ്ട് ഇതിനെ ബൈനറി ക്ലാസിഫിക്കേഷൻ എന്നും പറയും. ഇത് കൂടുതലായിട്ട് സ്പാം ഡിറ്റക്ഷൻ, ഡിസീസ് പ്രഡിക്ഷൻ, വെതർ ഫോർകാസ്റ്റിങ്ങിലൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഇനി അടുത്ത അൽഗോരിതം നിയറസ്റ്റ് നെയ്ബർ അൽഗോരിതം. നിയറസ്റ്റ് നെയ്ബർ അൽഗോരിതം എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്, ഒരു ടൈപ്പാണ്. ഇതിൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് മെയിൻലി, പക്ഷേ ചില സമയങ്ങളിൽ റിഗ്രഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇത് വർക്ക് ചെയ്യുന്നത് സിമിലാരിറ്റി ബേസ് ചെയ്തിട്ടാണ്. 2 ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ഏതുമായിട്ടാണ് സിമിലാരിറ്റി കൂടുതൽ ആ ഗ്രൂപ്പിലേക്കാണ് ഡാറ്റയെ അസൈൻ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കാം, ഒരു ക്യാറ്റിൻ്റെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ സെറ്റ് ക്യാറ്റിൻ്റെ ഡാറ്റ സെറ്റും ഡോഗിൻ്റെ ഡാറ്റ സെറ്റുമായിട്ട് എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ മാച്ചിങ് വരുന്നത് ക്യാറ്റ് ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്നു ഇതൊരു ക്യാറ്റാണെന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് ചെയ്യുന്നു. ഇനി KNN അൽഗോരിതത്തിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു KNN നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ ആദ്യം കാറ്റഗറി A ഉണ്ട്, കാറ്റഗറി B ഉണ്ട്. അതിലൊരു പുതിയ ഡാറ്റ സെറ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അത് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് കാറ്റഗറി Aയുടെ ആണ് കാണിക്കുന്നതെങ്കിൽ, ഏറ്റവും അടുത്ത് കാറ്റഗറി Aയുടെ അടുത്താണ് അതിൻ്റെ ഫീച്ചർ കാണിക്കുന്നതെങ്കിൽ കാറ്റഗറി Aയിലേക്ക് പോകുന്നു. അതോ കാറ്റഗറി Bയുടെ അടുത്താണ് നിയറായിട്ടാണ് വരുന്നതെങ്കിൽ കാറ്റഗറി Bയിലേക്ക് അത് ക്ലാസിഫൈ ചെയ്യുന്നു. ഇതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം നമ്മൾ എത്ര നെയ്ബേഴ്സ് വേണം എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു നമ്മൾ 10, 15, 20 അത് എത്രയാണ് നമുക്ക് വേണ്ടത്, അത് നമ്മുടെ കൊടുക്കുന്ന ഡാറ്റയുടെ കോംപ്ലിക്കേഷൻസിനനുസരിച്ചിട്ട് നമ്മൾ നമ്പർ സെറ്റ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് ഓരോ വാല്യൂസും ഈ നമ്മൾ കൊടുത്ത വാല്യൂവും പിന്നെ അതിലുള്ള ഡാറ്റ പോയിൻറ്റും തമ്മിലുള്ള യുക്ലീഡിയൻ ഡിസ്റ്റൻസ് ഇതാ. A എന്ന് പറഞ്ഞൊരു പോയിൻറ്റ്, B എന്ന് പറഞ്ഞൊരു പോയിൻറ്റിന് യുക്ലീഡിയൻ ഡിസ്റ്റൻസ് കാണാം x2 - x1 സ്ക്വയർ പ്ലസ് y2 - y1 സ്ക്വയർ. ആ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു യുക്ലീഡിയൻ ഡിസ്റ്റൻസ് കാണണം. ടേക്ക് ദ നിയറസ്റ്റ് നെയ്ബർ ആസ് പെർ ദ കാൽക്കുലേറ്റഡ് യുക്ലീഡിയൻ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഈ യുക്ലീഡിയൻ ഡിസ്റ്റൻസിൽ നമുക്ക് കിട്ടിയ വാല്യൂയുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂ യുക്ലീഡിയൻ ഡിസ്റ്റൻസ് ഏതാണോ അത് സെലക്ട് ചെയ്യണം. Among these k neighbors, count the number of the data points in the each category. 2 കാറ്റഗറിയിലുള്ള പോയിൻറ്റ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 2 കാറ്റഗറി Aയും കാറ്റഗറി Bയും കാൽക്കുലേറ്റ് ചെയ്യാം. Assign the new data points to the category for which the number of നെയ്ബേഴ്സ് ഈസ് മാക്സിമം. ഏറ്റവും മാക്സിമം നെയ്ബേഴ്സ് ഉള്ളത് ഏതാണോ, ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏറ്റവും മാക്സിമം നെയ്ബേഴ്സ് ഉള്ളത് ഏത് ഭാഗത്താണോ ആ കാറ്റഗറിയിലേക്ക് നമ്മൾ അസൈൻ ചെയ്യണം. നോക്കാം. ആദ്യ കാറ്റഗറി വന്നു 3. നമ്മൾ ആദ്യം ഈ കാറ്റഗറി Bയിലുള്ള 2 പിന്നെ കാറ്റഗറി Aയിലുള്ള 3 സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാറ്റഗറി A ആണ്. അപ്പോൾ നമ്മുടെ ആ ഡാറ്റ പോയിൻ്റ് കാറ്റഗറി Aയിലേക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇതിന് നമ്മൾ ഈ KNN യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം വെച്ചാൽ നമ്മൾ ഒരു ഗുഡ് റിസൾട്ടും അതേപോലെ ഒരു ചെറുതും അതേപോലെ ക്ലീനായ ഡാറ്റ സെറ്റ്, അതായത് എറേഴ്സും വാല്യൂസും എറേഴ്സും അതേപോലെ നൾ പോയിൻറ്റ്സ് ഒന്നും ഇല്ലാത്ത ഡാറ്റ സെറ്റും അതേപോലെ ചെറിയ ഡാറ്റ സെറ്റുകൾക്കൊക്കെ കൂടുതൽ യൂസ്ഫുള്ളായിട്ടുള്ളത് എന്താണ്, നിയറസ്റ്റ് നെയ്ബർ അൽഗോരിതംസ് ആണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ഇത് സിമ്പിളാണ്, നോയ്സി ഡാറ്റയിലും എന്താണ് ഇത് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെന്താണ് ബെറ്റർ പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തായാലും ഇപ്പം കറക്റ്റ് കെയുടെ വാല്യൂ നമ്മൾ എന്താണ് ആ ന്യൂ ഡാറ്റ പോയിൻറ്റിൻ്റെ K വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് ട്രിക്കിയാണ്. പിന്നെ കുറച്ച് ഈ ഡാറ്റ സെറ്റുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ട് എന്താണ് കുറച്ച് സ്ലോ ആണ് ഈ പ്രോസസ്സ്. ഇനി അടുത്ത അൽഗോരിതം സപ്പോർട്ട് വെക്റ്റർ മെഷീൻ അൽഗോരിതം. ഇതാദ്യം തന്നെ എന്താണ് അതിൻ്റെ ബെസ്റ്റ് ലൈൻ അല്ലെങ്കിൽ ബൗണ്ടറി, ആ ബൗണ്ടറീനാണ് ഹൈപ്പർ പ്ലെയിൻ എന്ന് വിളിക്കുക. ആ ഹൈപ്പർ പ്ലെയിൻ 2 ഡാറ്റകൾ തമ്മിലുള്ള ഹൈപ്പർ പ്ലെയിൻ ആദ്യം നമ്മൾ ഫൈൻഡ് ചെയ്യണം. അതിന് ശേഷം എന്താണ് ആ ന്യൂ ഡാറ്റ പോയിൻറ്റിൻ്റെ കാറ്റഗറി ഏതാണ്, കാറ്റഗറി A ആണോ കാറ്റഗറി B ആണോ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുക.
ഡാറ്റ പോയിൻറ്റ്സ് ഏത് ബൗണ്ടറിയോ ആയിട്ടാണ് ക്ലോസസ്റ്റ് ആയിട്ടുള്ളത് അതായിരിക്കും ആ ബൗണ്ടറീനെ നമ്മൾ എന്താ സപ്പോർട്ട് വെക്റ്റർ എന്ന് പറയുന്നു. These points help the algorithm decide whether the best line should be drawn. അപ്പോൾ ഈ അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഏത് ബൗണ്ടറി ബെസ്റ്റ് ആയിട്ടുള്ള ബൗണ്ടറി ഫൈൻഡ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെന്ത് വിളിക്കുന്നു, സപ്പോർട്ട് വെക്റ്റർ മെഷീൻ എന്നും കൂടി വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലൂയിലുള്ളത് ഒരു കാറ്റഗറി, ഈ ഗ്രീനിലുള്ളത് വേറൊരു കാറ്റഗറിയാണ്. അപ്പോൾ ഈ കാറ്റഗറി നമ്മളൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്, ഒരു ഹൈപ്പർ പ്ലെയിൻ വരയ്ക്കുന്നുണ്ട്. ആ ഹൈപ്പർ പ്ലെയിനുമായിട്ട് ഏതാണ് മാക്സിമം, ഏതാണ് കറക്റ്റ്, രണ്ടും ബിറ്റ്വീനായിട്ട് വരുന്ന ഒരു എക്സാക്റ്റ് ഹൈപ്പർ പ്ലെയിൻ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നുണ്ട്. ആ ഫൈൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഓരോ ഡാറ്റ പോയിൻറ്റ്സിന് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ലീനിയർ SVM എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് രണ്ട് ഡാറ്റകളെ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലുള്ള ഹൈപ്പർ പ്ലെയിൻ കണ്ടോ, ഇത് എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, ഒരു ലീനിയർ SVM ആണ്. കാരണം എന്താണ്, റെഡ് ബ്ലൂ ഡോട്ട്സിന് എന്ത് ചെയ്യുന്നു, രണ്ട് സൈഡായിട്ട് എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നോൺ ലീനിയർ SVM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡാറ്റകളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിന് കുറച്ച് എക്സ്ട്രാ കേർവ്ഡ് സർഫസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് എക്സ്ട്രാ ഡയമെൻഷൻസ് യൂസ് ചെയ്തിട്ട് വേണം നോൺ ലീനിയർ SVMൽ രണ്ട് ഡാറ്റകളെയും സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ലീനിയർ SVM നോക്കാം. ലീനിയർ SVM എന്താണ്, രണ്ട് ഗ്രൂപ്പുകളെ നമുക്ക് ആദ്യം നമ്മുടെ എക്സാമ്പിളിൽ കണ്ട പോലെ രണ്ട് ഡാറ്റ സെറ്റുകൾ എടുക്കുന്നു, ഗ്രീനും ബ്ലൂ ഡോട്ടുകളും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, രണ്ട് ഡാറ്റ പോയിൻറ്റ്സിൻ്റെ ഫീച്ചേഴ്സ് എടുക്കുന്നു. എന്നിട്ട് അതിനെ ഒരു 2D ഗ്രാഫ്, അതായത് XY പ്ലെയിനിലുള്ള ഒരു ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇതിന് സെപ്പറേറ്റഡ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നോ നോക്കുന്നുണ്ട്. ഇവിടെ ഒന്നിലധികം പോസിബിൾ ലൈൻസ് ഉണ്ടാവും, പക്ഷെ നമ്മൾ എടുക്കുന്നത് ബെസ്റ്റ് ലൈൻ, അതായത് ബ്ലൂവിലേക്കും അതേപോലെ ഗ്രീനിലേക്കും എന്താണ് സെയിം ഡിസ്റ്റൻസ് ഒരേപോലെ നമുക്ക് എന്താണ് മാക്സിമം ഒരേപോലെ എന്താണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഹൈപ്പർ പ്ലെയിൻ. മോസ്റ്റ് ആക്യുറേറ്റ്ലി വേണം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഹൈപ്പർ പ്ലെയിൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആ ലൈനുമായിട്ട് ഏറ്റവും ക്ലോസസ്റ്റ് നിൽക്കുന്ന ഡാറ്റ പോയിൻറ്റ്സിനെയാണ് നമ്മൾ എന്താ പറയുക, സപ്പോർട്ട് വെക്റ്റേഴ്സ് എന്ന് പറയുക. ഈ ലൈനും ഈ പോയിൻ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ മാർജിൻ എന്ന് വിളിക്കുന്നു. ഇതിൽ ഈ മാർജിൻ മാക്സിമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ മോഡലിൻ്റെ ആക്യുറസി കൂടി ബെറ്റർ ആക്യുറസി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ മാക്സിമം മാർജിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒപ്റ്റിമൽ മാക്സിമം മാർജിൻ കിട്ടുന്ന ഒരു ലൈൻ ഉണ്ടാവും, അതിനെയാണ് നമ്മൾ ഈ ഒപ്റ്റിമൽ ഹൈപ്പർ പ്ലെയിൻ എന്ന് പറയുന്നത്. അതായത് കുറേ ലൈൻസ് വരയ്ക്കും, ആ ലൈൻസുമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സപ്പോർട്ട് വെക്റ്റർ മാർജിൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതിൽ ഏതാണോ ബെസ്റ്റ്, ഏറ്റവും മാക്സിമം മാർജിൻ വരുന്നത് എവിടെ, ഏത് ഹൈപ്പർ പ്ലെയിനിലാണോ അതാണ് ഈ ഒപ്റ്റിമൽ ഹൈപ്പർ പ്ലെയിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ റെഡ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, നമ്മുടെ ഹൈപ്പർ പ്ലെയിനിൽ ആ ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഈ ഗ്രീന് വരയ്ക്കുന്ന സമയത്ത് അവിടെ മാർജിൻ എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. അപ്പോൾ അതാണ് എന്ത്, ഒപ്റ്റിമൽ ഹൈപ്പർ പ്ലെയിൻ. നോൺ ലീനിയർ SVM ഇതിലെന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിലെന്താണ് എക്സ്ട്രാ നമ്മൾ ഡയമെൻഷൻസൊക്കെ ആഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ഫീച്ചേഴ്സ് എടുക്കുകയാണ്, XY. അതിൻ്റെ കൂടെ നമ്മൾ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ഫീച്ചറും കൂടെ ആഡ് ചെയ്യാണ്, Z=X² + Y². ഈ പുതിയ ഡയമെൻഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 2D പ്ലെയിനിന് പകരം ഒരു 3D പ്ലെയിനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈസി ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നു. അപ്പോൾ ഇതൊരു 3D പ്ലെയിനാണ് വെച്ചാൽ ഈ 3D പ്ലെയിനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡാറ്റ പോയിൻറ്റ്സൊക്കെ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. ആ ഡാറ്റ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് അതിനൊരു ബൗണ്ടറി, ഈ ഗ്രീൻ ആണെങ്കിൽ ഗ്രീനിന് മാത്രം ഒരു ബൗണ്ടറി, ഒരു സർക്കിൾ ബെസ്റ്റ് ഹൈപ്പർ ലൈനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു. ഒരു 3D പ്ലെയിനിലാണ്. നോൺ ലീനിയർ ആവുന്ന സമയത്ത് നമ്മൾ എന്താണ് 2D പ്ലെയിനിലാണ് റെപ്രസെൻറ്റ് ചെയ്തത്. നോൺ ലീനിയർ ആകുമ്പോൾ 3D പ്ലെയിനിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഹൈ ഡയമെൻഷണൽ ഡാറ്റയ്ക്കൊക്കെ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നോൺ ലീനിയർ ഡാറ്റാസിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ എന്താണ് ഔട്ട്ലയേഴ്സൊക്കെ, അതായത് പുറത്തേക്കുള്ള ബൗണ്ടറീസ്, ഔട്ട്ലയേഴ്സിനൊക്കെ ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട്. പിന്നെ 2 ക്ലാസ് ഉള്ളതാണെങ്കിലും മൾട്ടിപ്പിൾ ക്ലാസ്, ഒന്നിലധികം ക്ലാസ് ഉള്ളതാണെങ്കിൽ പോലും, 2 ക്ലാസ് ഉള്ളത് അല്ലെങ്കിൽ 2ലധികം ക്ലാസ് ഉള്ളതിലാണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ നോൺ ലീനിയർ SVM എന്താണ് ബെറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മെമ്മറി കുറച്ച് മെമ്മറി മാത്രമാണ് യൂസ് ചെയ്യുന്നത്, കുറേ മെമ്മറി സ്റ്റോറേജുകൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഡിസഡ്വാൻറ്റേജ് ആയതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ട്രെയിനിങ് ചെയ്യാൻ കുറേ ഡാറ്റ സെറ്റ് ആവശ്യമുണ്ട്. അതുകൊണ്ട് സ്ലോ ട്രെയിനിങ് ആണ്. പിന്നെ അതേപോലെ ട്യൂൺ ചെയ്യുന്ന സമയത്ത്, അതായത് ക്ലാസിഫൈ ചെയ്യുന്ന, അത് കറക്റ്റ് ചെയ്യുന്ന ഡാറ്റാസിനെ കറക്റ്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് കെയർഫുള്ളായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മൊത്തം ഡാറ്റാസിനും അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നോയ്സ് സെൻസിറ്റീവാണ്, എന്തെങ്കിലും നോയ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ റിസൾട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സ്കെയിലിംഗ് ഫീച്ചേഴ്സ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തത് നേവ് ബേയേഴ്സ് ക്ലാസിഫിക്കേഷൻ അൽഗോരിതമാണ്. ഇത് നമ്മൾ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിലാണ് യൂസ് ചെയ്യാറ്. ഇത് ബേയേഴ്സ് തിയറം യൂസ് ചെയ്തിട്ട്, അതായത് റൂൾ ഓഫ് പ്രോബബിലിറ്റി യൂസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ടാണ് ബേയേഴ്സ് നേവ്സ് ക്ലാസിഫിക്കേഷൻ അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെന്താണ്, കാറ്റഗറി പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ മെയിൻലി ഇത് കാറ്റഗറി, ഡാറ്റ പോയിൻറ്റ്സിൻ്റെ പ്രോബബിലിറ്റി നോക്കിയിട്ട് ഏത് കാറ്റഗറിയിൽ വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ് ചെയ്യാറ്. ഇത് സിമ്പിളാണ്, ഫാസ്റ്റാണ്, എഫക്റ്റീവാണ്. അതുപോലെ തന്നെ സ്പാമാണോ, ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് സ്പാമാണോ നോട്ടാണോ നോക്കും, മൂവി റിവ്യൂ പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കും. അതേപോലെ ന്യൂസ് ആർട്ടിക്കിൾസ്, ടോപ്പിക്സൊക്കെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി, അതായത് സ്പോർട്സ് ആണോ, എഡ്യൂക്കേഷൻ ആണോ, പൊളിറ്റിക്സ് ആണോ എന്നൊക്കെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അസ്യൂം ദാറ്റ് ഓൾ ഫീച്ചേഴ്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. അതായത് നേവ്സിൻ്റെ തിയറത്തിൽ എങ്ങനെയാണ്, ഇത് എല്ലാ ഫീച്ചേഴ്സും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇഫ് എ ഫ്രൂട്ട് ഈസ് റെഡ്, റൗണ്ട്, സ്വീറ്റ് ആണെന്നുണ്ടെങ്കിൽ ആപ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് കൺക്ലൂഡ് ചെയ്യുക. ബേയേഴ്സ് തിയറം ഇതിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് വർക്ക് ചെയ്യുന്നത് ആദ്യം ഡാറ്റകളെ ഒരു ഫ്രീക്വൻസി ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിന് പ്രോബബിലിറ്റി, അവരുടെ ഫീച്ചേഴ്സിനനുസരിച്ച് എന്ത് ചെയ്യും, പ്രോബബിലിറ്റി ഏതാണെന്ന് ഫൈൻഡ് ചെയ്യുന്നു. അതിനുശേഷം ബേയേഴ്സ് തിയറം അപ്ലൈ ചെയ്തിട്ട് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ഓഫ് A/B കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഹയസ്റ്റ് പ്രോബബിലിറ്റി ഏത് ക്ലാസ്സിനാണ് വരുന്നത് അതായിട്ടാണ് പ്രെഡിക്റ്റ് ചെയ്യുക. ഇപ്പോൾ ക്യാറ്റും ഡോഗും എടുക്കുകയാണെന്ന് വെച്ചാൽ, ക്യാറ്റിനാണ് ഹയസ്റ്റ് പ്രോബബിലിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ക്യാറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ചെയ്യാറ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു ഒരു ക്രിക്കറ്റോ എന്തെങ്കിലും ഒരു ഗെയിംസിന് നമ്മൾ പോകുന്ന സമയത്ത് വെതർ സണ്ണി ആണോ അല്ല റെയിനി ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പ്രോബബിലിറ്റി യെസ് ബൈ സണ്ണി. അപ്പം സണ്ണി നമുക്ക് സൂര്യൻ, അതായത് ചൂടുള്ള കണ്ടീഷനാണോ എന്നുള്ള പ്രോബബിലിറ്റി 0.60% അല്ല, ചൂടുള്ള കണ്ടീഷൻ അല്ല, അതായത് അതിൻ്റെ എൽസ് കണ്ടീഷൻ റെയിനി അല്ലെങ്കിൽ വിൻ്റർ വാട്ടർ വെറൈറ്റീസ് സണ്ണി അല്ല എന്നുള്ളത് 0.41% ആണ്. അപ്പോൾ പ്രോബബിലിറ്റി കൂടുതൽ ഏതാണ്,
വെയിലാണ്, അപ്പോൾ നമുക്ക് കളിക്കാൻ പോകാം എന്നുള്ളതാണ് രീതിക്കാണ് നമുക്ക് പ്രഡിക്ഷൻ വരിക. ഗേഷ്യൻ ന്യൂ സ്പേസ്, മൾട്ടിനോമിനൽ ന്യൂ ബേസ്, ബെർണോളിസ് ന്യൂ ബേസ്. മൂന്ന് ടൈപ്പ് ബേസ് തിയർ ആണുള്ളത്, ന്യൂ ബേസ് മോഡൽസ് ആണുള്ളത്. ഗേഷ്യൻ ന്യൂ ബേസ്, മൾട്ടിനോമിനൽ ന്യൂ ബേസ്, ബെർണോളി ന്യൂ ബേസ്. ഗേഷ്യൻ ന്യൂ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് വാല്യൂസ് വെച്ചിട്ട് ഫീച്ചേഴ്സിലാണ് ഗേഷ്യൻ ന്യൂ ബേസ് അപ്ലൈ ചെയ്യുക. അതായത് ഹൈറ്റ്, വെയിറ്റ്, ടെമ്പറേച്ചർ, അതെന്താണ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് ആയിട്ടാണ് നമ്മൾ ഗേഷ്യൻ ന്യൂ ബേസിലുള്ള. മൾട്ടിനോമിനൽ ആകുമ്പോൾ ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ്. വേർഡ് കൗണ്ടിനെ എന്ത് ചെയ്യുന്നു, വേർഡ് കൗണ്ട് ഡോക്യുമെൻറ്റ്സിലൊക്കെയാണ് മൾട്ടിനോമിനൽ ന്യൂ ബേസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബെർണോളീസ് ന്യൂ ബേസ് എന്താണ്, ഇത് ബൈനറി ഫീച്ചേഴ്സ്, അതായത് എസ് ഓർ നോ, 0 or 1, പ്രസൻറ്റ് ഓർ ആബ്സെൻറ്റ്, അങ്ങനെയുള്ള എസ് ഓർ നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള 2 ബൈനറി വാല്യൂസിലൊക്കെയാണ് ബെർണോളി ന്യൂ ബേസ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ അഡ്വാൻറ്റേജസ് എന്താ വെച്ചാൽ, ആദ്യത്തെ സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് ടു ട്രെയിൻ ആൻഡ് പ്രെഡിക്റ്റ് ആണ്. അതേപോലെ ബൈനറിയിലും മൾട്ടി ക്ലാസ്സിലും ക്ലാസിഫിക്കേഷൻ അലൗഡ് ആണ്. പിന്നെ എന്താണ്, ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് ക്ലാസിഫിക്കേഷൻ പറ്റും. അതേപോലെ ലാർജ് സെറ്റിലും ബെറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും ശരിയായ ട്രൂ ആകാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്പാം ഫിൽറ്ററിങ്, സെൻറ്റിമെൻറ്റ് അനലൈസ്, അതായത് നമുക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ ഒപ്പീനിയൻ എന്നുള്ളത് കണ്ടുപിടിക്കാൻ. പിന്നെ ക്രെഡിറ്റ് സ്കോറ്, മെഡിക്കൽ ഡയഗ്നോസിസ്, റിയൽ ടൈം പ്രഡിക്ഷനൊക്കെയാണ്. പിന്നെ ഇനി അടുത്ത് നോക്കാനുള്ളത് ഡിസിഷൻ ട്രീ ആണ്. ഡിസിഷൻ ട്രീ എന്താണ്, ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ ടാസ്കും യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ട്രീ ലൈക്ക് സ്ട്രക്ചറാണ്. ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനൊക്കെ ഈസിയാണ്. ഡാറ്റ അനാലിസിസും അതേപോലെ പ്രഡിക്ഷനും രണ്ടും ഒപ്പം നടക്കുന്നുണ്ട്. ഇതിൽ ആദ്യം ഫസ്റ്റ് നമ്മളെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഡാറ്റകൾ അതിൻ്റെ ഫീച്ചറിനനുസരിച്ച്, ഇൻപുട്ടുകളെ അതിൻ്റെ ഫീച്ചേഴ്സിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഓരോ ഫീച്ചേഴ്സും ഓരോ നോഡുകളായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ഓരോ ബ്രാഞ്ചസും ഓരോ റൂളുകൾ അല്ലെങ്കിൽ ഒരു ഡിസിഷനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റോപ്പിംഗ് റൂള്, ഒരു ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ്, മിനിമം സാമ്പിൾ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് വരെ സ്പ്ലിറ്റിങ് കണ്ടിന്യൂസ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഡിസിഷൻ ട്രീയുടെ റൂട്ട് നോഡ് എടുത്തു, പിന്നെ അതിൻ്റെ സബ് ട്രീ എടുക്കുകയാണ്. അപ്പോൾ ആ ട്രീയുടെ റൂട്ട്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എന്താണ് ചെയ്യേണ്ടത്, എന്ത് അൽഗോരിതമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് പറയുന്നുണ്ട്. പിന്നെ ഡിസിഷൻ ട്രീയുടെ ടൈപ്പുകളാണ് ക്ലാസിഫിക്കേഷൻ ട്രീ ഉണ്ട്, റിഗ്രഷൻ ട്രീ ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ട്രീയിൽ എന്താ വെച്ചാൽ കാറ്റഗറിക്കൽ ഔട്ട്കംസ് ആണ്, യെസ് ഓർ നോ, പാസ് ഓർ ഫെയിൽ, ബൈ എ പ്രൊഡക്റ്റ് ഓർ നോട്ട്, പ്രഡിക്റ്റ് ഇഫ് എ കസ്റ്റമർ ബൈ എ പ്രൊഡക്റ്റ് ഓർ നോട്ട്. റിഗ്രഷൻ ട്രീയിൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഔട്ട്കമാണ്, പ്രൈസ്, സെയിലൊക്കെ പ്രഡിക്റ്റ് ചെയ്യാണ്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ എടുത്തു, ക്ലാസിഫിക്കേഷൻ ചെയ്തു, ഇവർ MLന് പാസ്സാകുമോ ഇല്ലയോ എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. റിഗ്രഷൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട് അവർ എത്ര ശതമാനത്തിൽ അവർക്ക് പാസ്സാകും എന്ന് പ്രഡിക്റ്റ് ചെയ്യാം. സ്ട്രക്ചർ ഓഫ് ഡിസിഷൻ ട്രീയിൽ ആദ്യം റൂട്ട് നോഡ് ഉണ്ടാവും, എവിടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റ് ഫുൾ ഡാറ്റ സെറ്റ്. പിന്നെ ഇൻറ്റേർണൽ നോട്ട്സ് ഉണ്ട്, ഇതെന്താണ് ബേസ്ഡ് ഓൺ ഫീച്ചേഴ്സാണ് ഇൻറ്റേർണൽ നോട്ട്സ്. പിന്നെ ലീഫ് നോഡിലാണ് ഫൈനൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രഡിക്ഷൻസ് ഒക്കെ വരുന്നത് ഈ ലീഫ് നോഡിലായിരിക്കും. ഇത് സിമ്പിളായിട്ട് ഡിസിഷൻ ട്രീയുടെ നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്പേഴ്സ്, ടെക്സ്റ്റൊക്കെ നമുക്ക് കാറ്റഗറി ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ നോർമലൈസേഷൻ്റെ ആവശ്യമില്ല. പിന്നെ വിഷ്വലൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ക്ലാരിറ്റി കൂടുതലാണ്. പിന്നെ നോൺ ലീനിയർ റിലേഷൻഷിപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള മോഡലാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഫിറ്റിംഗ് വരാം. കാരണം ട്രെയിൻഡ് ഡാറ്റാസ് കൂടുതലാവുന്ന സമയത്ത് ഓവർ ഫിറ്റ് വരാം. പിന്നെ സെൻസിറ്റീവ് ഡാറ്റ, സെൻസിറ്റീവ് ഡാറ്റകളിലൊക്കെ സ്മോൾ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്.
പിന്നെ ക്ലാസ്സുകളുടെ ഇംബാലൻസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വലിയ ട്രീകൾക്ക് എന്താണ് കുറച്ച് കോംപ്ലക്സ് ആണ്. ഇനി ഇതിൽ വരുന്ന ഒരു ടെക്നിക്കാണ് പ്രൂണിങ് ടെക്നിക്ക്. അതായത് ഒരു ലാർജ് കോംപ്ലക്സ് ട്രീകളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ട്രീ സൈസ് നമ്മൾ റിഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇത് പ്രൂണിങ് ടെക്നിക്ക്. ഇതെന്താണ് ഓവർ ഫിറ്റിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അതേപോലെ അൺനെസസറി ബ്രാഞ്ചസ് ഒഴിവാക്കാൻ, പിന്നെ കോംപ്ലക്സിറ്റി ഒക്കെ എന്താണ് കുറയ്ക്കാൻ, നമ്മൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എറർ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രൂണിങ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പോപ്പുലർ ഡിസിഷൻ ട്രീ അൽഗോരിതംസ് ആണ് ID3, C4.5, കാർട്ടൊക്കെ നമ്മുടെ ഡിസിഷൻ ട്രീ അൽഗോരിതം, പോപ്പുലറായിട്ടുള്ള ഡിസിഷൻ ട്രീ അൽഗോരിതംസ് ആണ്. ഇതിൽ അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻസ് അതിൽ ക്രെഡിറ്റ് സ്കോർ, ലോൺ പ്രഡിക്ഷൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കെയറിൽ ഡിസീസ് പ്രഡിക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിങ്ങിൽ കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് റാൻഡം ഫോറസ്റ്റ് മെത്തേഡ് എനേബിൾ ചെയ്യുന്നുണ്ട്. അതായത് റെഡ്യൂസ് ഓവർ ഫിറ്റിംഗ് ആൻഡ് ഇംപ്രൂവ് ആക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ട് റാൻഡം ഫോറസ്റ്റ് മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിൽഡിംഗ് ട്രീസ് വൺ ആഫ്റ്റർ അനദർ ഈച്ച് കറക്റ്റിംഗ് പ്രീവിയസ് എറർ. അതായത് നമ്മൾ ഒരു ട്രീ കഴിഞ്ഞിട്ട് അതായത് ട്രീയുടെ ബ്രാഞ്ചുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് എറേഴ്സും കൂടി നമ്മൾ കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഡാറ്റകളെ ബൂസ്റ്റ് ചെയ്തെടുക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് എന്താണ്, റാൻഡം ഫോറസ്റ്റ് എന്താണെന്നാണ് നോക്കേണ്ടത്. ഈ റാൻഡം ഫോറസ്റ്റ് എന്താണ്, ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാം. ഇത് റാൻഡം ഫോറസ്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ ബെറ്റർ ആക്യുറസി വർദ്ധിപ്പിക്കാൻ പറ്റും. അതേപോലെ ലാർജ് ആൻഡ് ഹൈ ഡയമെൻഷണൽ ഡാറ്റ സെറ്റിലൊക്കെ നമുക്ക് ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുറേ ഡാറ്റ സെറ്റ് തരുന്നുണ്ട്. ആ ഡാറ്റ സെറ്റിന് താഴത്തെ ഒരു ഡിസിഷൻ ട്രീ തരുന്നുണ്ട്. ആ ഡിസിഷൻ ട്രീയുടെ വോട്ടിങ്, അതായത് ആവറേജ് എടുത്തു കഴിഞ്ഞിട്ടാണ് ഈ റാൻഡം ഫോറസ്റ്റിൽ വാല്യൂസ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതിലാദ്യം ഫസ്റ്റ് തന്നെ മൾട്ടിപ്പിൾ ഡിസിഷൻ ട്രീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൽ നമുക്ക് ഡിസിഷൻ ട്രീകളുടെയൊക്കെ ആവറേജ് എടുത്തു കഴിഞ്ഞിട്ടാണ് ഓൺ പ്രഡിക്ഷൻ നടത്തുന്നത്. അപ്പോൾ മെജോറിറ്റി വോട്ട് കിട്ടുന്നത് ക്ലാസിഫിക്കേഷൻസ് റിഗ്രഷൻ ആവുന്ന സമയത്ത് ആവറേജ് നോക്കിയിട്ടാണ് എടുക്കാറ്. അതുകൊണ്ട് തന്നെ ഓവർ ഫിറ്റിംഗ് ഒഴിവാക്കുന്നുണ്ട്. മോഡലിൻ്റെ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു കുറേ ഫ്രൂട്ട്സുണ്ട്. ആ ഫ്രൂട്ട്സിൽ ആദ്യത്തെ നമ്മൾ ഡിസിഷൻ ട്രീയിൽ ആദ്യത്തെ ട്രീ ക്ലാസ് A, അതായത് ആപ്പിളും, രണ്ടാമത്തെ ട്രീ ആപ്പിളും, മൂന്നാമത്തേത് ക്ലാസ് B ആയിട്ടുള്ള ബനാന ആണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി നോക്കിയിട്ട് ആപ്പിളിനായിരിക്കും ഫൈനൽ ആൻസർ. ഇത് മിസ്സിങ് വാല്യൂസ് ഹാൻഡിൽ ചെയ്യാൻ എഫിഷ്യൻ്റ് ആണ്. പിന്നെ ഫീച്ചേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ, റിസൾട്ട് കുറച്ചും കൂടി ബെറ്ററായിട്ട് തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ ഈ മോഡൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് മെയിൻലി അതായത് ക്രെഡിറ്റ് സ്കോറിങ്, ഫ്രോഡ് ഡിറ്റക്ഷൻ, റിസ്ക് അനാലിസിസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഡിസീസ് പ്രഡിക്ഷൻ, പേഷ്യൻ്റ് റിസ്ക് അനാലിസിസിൽ യൂസ് ചെയ്യുന്നുണ്ട്. കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ, സെയിൽസ് പ്രഡിക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഹൈപ്പർ പാരാമീറ്റേഴ്സ് ഉണ്ട് ഇതിൽ. നമ്പർ ഓഫ് ട്രീ, മോർ ട്രീ ബെറ്റർ ആക്യുറസി. അതായത് നമ്മൾ നമ്പർ കൂടിക്കഴിഞ്ഞാൽ ഡിസിഷൻ ട്രീകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ആക്യുറസിയും കൂടുന്നുണ്ട്. മാക്സിമം ഡെപ്ത്ത്, അതായത് ഇപ്പം നമ്മുടെ ട്രീകളുടെ ഡെപ്ത്ത് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട്. പിന്നെ ഓരോ സ്പ്ലിറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ഫീച്ചേഴ്സിനും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, എത്ര ഫീച്ചേഴ്സിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്പർ ഓഫ് ഫീച്ചേഴ്സ്. മിനിമം സാമ്പിൾ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് സാമ്പിൾസ് നീഡ് ടു സ്പ്ലിറ്റ് എ നോഡ്. ഒരു നോഡിന് സ്പ്ലിറ്റ് ചെയ്യാൻ എത്ര മിനിമം സാമ്പിൾസ് വേണം എന്നുള്ളതാണ് മിനിമം സാമ്പിൾ സ്പ്ലിറ്റ്. അഡ്വാൻറ്റേജസ് ഓഫ് റാൻഡം ഫോറസ്റ്റ്, ഇതിൽ ഓവർ ഫിറ്റിംഗ് കുറവായിരിക്കും. ലാർജ്, അതേപോലെ കൂടുതൽ ഫീച്ചേഴ്സുള്ള ഡാറ്റകൾക്കൊക്കെ നമ്മൾ സ്യൂട്ടബിൾ ആയിരിക്കും. നോയ്സ്
അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ഡാറ്റാസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റോബസ്റ്റായിട്ട് വർക്ക് ചെയ്യാം. അതായത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ആക്യുറസി കൂടുതലാണ്. അതേസമയം 3 ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കുറേ സമയം, കാരണം ഇത് ഡിസിഷൻ ട്രീ മേക്ക് ചെയ്തിട്ട് വേണം ഡിസിഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്ത് ചെയ്യണം, കൂടുതൽ സമയം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഡിഫിക്കൾട്ടാണ്. പ്രഡിക്ഷൻ വരുന്ന സമയം കുറച്ച് സ്ലോവറാണ്. അതായത് പ്രഡിക്റ്റ് ചെയ്ത് കിട്ടാൻ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ഇനി ലീനിയർ റിഗ്രഷൻ എന്താണ്, കണ്ടിന്യൂസ് വാല്യൂസിൽ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലീനിയർ റിഗ്രഷൻ മോഡൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുക. ലേബിൾഡ് ഡാറ്റാസ് നോക്കുന്നു. അതേപോലെ ബെസ്റ്റ് ഫിറ്റ് സ്ട്രൈറ്റ് ലൈൻസ് ഏതാണെന്ന് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യുന്നു. ഇറ്റ് അസ്യൂംസ് ലീനിയർ റിലേഷൻഷിപ്പ് വെൻ എക്സ് ചേഞ്ചസ് വൈ ചേഞ്ചസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ്. അപ്പോൾ എക്സും വൈയും തമ്മിലുള്ള ആ ഇൻപുട്ട് ഔട്ട്പുട്ടും തമ്മിലുള്ള ചേഞ്ച് എന്താണ്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ആദ്യം നമ്മൾ അസ്യൂം ചെയ്ത് വെക്കണം. ഇതിൽ ഇൻഡിപെൻഡൻറ്റ് വാല്യൂ ഉണ്ട്, ഡിപ്പെൻഡൻറ്റ് വാല്യൂ. അതായത് ഇൻഡിപെൻഡൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇൻപുട്ട്, ഹവർ ഓഫ് സ്റ്റഡി. ഡിപ്പെൻഡൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട്, അതായത് എക്സാമിൻ്റെ സ്കോർ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലീനിയർ റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്? സിമ്പിളും ഈസി ആയിട്ട് നമുക്ക് ഓരോ പോയിൻറ്റ്സിന് നമ്മൾ സിമ്പിളും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഡാറ്റാ പോയിൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ റിഗ്രഷൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ പ്രഡിക്ഷൻ പവേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ അതർ മോഡൽസ് ആയിട്ടുള്ള ലോജിസ്റ്റിക് റിഗ്രഷനും ന്യൂറൽ നെറ്റ്വർക്കിങ്ങിനൊക്കെ ഒരു ഫൗണ്ടേഷനായിട്ട് വർക്ക് ചെയ്യുന്ന ഇതാണ് ലീനിയർ റിഗ്രഷൻ്റെ ആണ്. അതേപോലെ എഫിഷ്യൻ്റ് ആണ്, വൈഡ്ലി യൂസ് ചെയ്യുന്നതാണ്. പിന്നെന്താണ്, ഒരു വേരിയബിൾ അടുത്തൊരു വേരിയബിളിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്ന് ലീനിയർ റിഗ്രഷൻ വഴി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ബെസ്റ്റ് ഫിറ്റ് ലൈൻസ്, നമ്മൾ 2 കാറ്റഗറി തമ്മിൽ എന്ത് ചെയ്യും, ഒരു ലൈൻ വെച്ച് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ലീസ്റ്റ് എറർ വരുന്നത് എവിടെയാണ് എന്നുള്ളത് കണ്ടുവച്ചിട്ടാണ് ബെസ്റ്റ് ഫിറ്റ് ലൈൻ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, y = mx + b. y എന്ന് പറഞ്ഞാൽ പ്രഡിക്റ്റഡ് വാല്യൂ ഏതാണെന്നുള്ളത്, എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, എം എന്ന് പറഞ്ഞാൽ സ്ലോപ്പ്, 2 വാല്യൂസും തമ്മിലുള്ള സ്ലോപ്പ്, 2 പോയിൻറ്റ്സ് തമ്മിലുള്ള സ്ലോപ്പ് ഏതാണ് എന്നുള്ളതാണ് എം. ബി എന്ന് പറഞ്ഞാൽ ഇൻ്റർസെപ്റ്റ്, ആ ഇൻ്റർസെപ്ഷൻ പോയിൻ്റാണ്. ദ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് ഫിറ്റ് ലൈൻ. അപ്പോൾ എന്താണ്, ഈ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ബെസ്റ്റ് ഫിറ്റ് ലൈൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ സം ഓഫ് സ്ക്വയർ എറേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സം ഓഫ് സ്ക്വയർ എറേഴ്സ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഇതിൽ y എന്നുള്ളത് ആക്ച്വൽ ഒബ്സർവ്ഡ് വാല്യൂ ആണ്. പിന്നെ y പവർ i എന്നുള്ളത് എന്താണ്, പ്രഡിക്ഷൻ ലൈനിൻ്റെ വാല്യൂസാണ്, പ്രഡിക്റ്റഡ് വാല്യൂസാണ്. പിന്നെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലൈൻ, ആ ലൈനിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്താ വെച്ചാൽ സ്ലോപ്പ്, വൈയും എക്സും വൈയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, സ്ലോപ്പാണ് എമ്മിൽ. പിന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന പോയിൻ്റ്, എക്സും വൈയും കൂട്ടി മുട്ടുന്ന ഒരു പോയിൻ്റ്, എക്സ് 0 ആകുന്ന സമയത്ത് വൈൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് ഇൻ്റർസെപ്റ്റ് പോയിൻ്റ്. ലീനിയർ റിഗ്രഷൻ്റെ അസംഷൻസ് എന്ന് പറഞ്ഞാൽ ലീനിയാരിറ്റിയാണ് ആദ്യം. എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും, സ്ട്രൈറ്റ് ആയിരിക്കും. ഇപ്പോൾ ലീനിയർ ആണെങ്കിൽ സ്ട്രൈറ്റ് ആയിരിക്കും, നോൺ ലീനിയർ ആണെങ്കിൽ സ്ട്രൈറ്റ് ആയിരിക്കില്ല. ഇൻഡിപെൻഡൻസ്, എറേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ എന്താണ്, എറേഴ്സ് റിമൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കോൺസ്റ്റൻറ്റ് വേരിയൻസ്, എറേഴ്സ് ആർ ഈവൻലി സ്പ്രെഡഡ്, അതായത് ഓരോ എറേഴ്സും അവിടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എന്താണ്, നമുക്കത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. നോർമാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേഷൻ എന്താണ്, എറർ എല്ലാ ഭാഗത്തുള്ള ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻസൊക്കെ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ മൾട്ടി കോൾ ലീനിയർ ആണ്, ഓട്ടോ കോൾ റിലേഷൻ ഇല്ല. പിന്നെ എന്താണ്, അഡിക്റ്റിവിറ്റിയാണ്. ഇതിൽ 2 ടൈപ്പാണ് പറയാറ്, സിമ്പിൾ ലീനിയർ റിഗ്രഷനും മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷനും. താങ്ക് യു.